ഹൃദയപൂർവം ഭാഗം 99. അവൻ അതുമായിട്ട് അകത്തേക്ക് വന്നുകൊണ്ട് സോഫയിൽ ഇരുന്നു. അത് തുറന്നു നോക്കിയതും അവൻ ചാടി എഴുന്നേറ്റു. എന്താണ്? അവന്റെ മുഖത്തെ ദേഷ്യവും വെപ്രാളവും കണ്ടുകൊണ്ട് അടുത്തുണ്ടായിരുന്ന ഹരിയും സന്ദീപും സഞ്ജയും പിന്നെ സച്ചിദേവും കൂടി അവന്റെ അടുത്തേക്ക് വന്നു. അവൾ അവൾ മനഃപൂർവ്വം പോയതാണ് ഇവിടെ നിന്ന്, ഈശ്വർ പറഞ്ഞതും. എന്താ, മനഃപൂർവ്വം പോയതോ? അതെ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഡിവോഴ്സ് നോട്ടീസ് എനിക്ക് അയക്കില്ലായിരുന്നല്ലോ. പ്ലാൻ ചെയ്തു. അവളും അവളുടെ കൂടെയുള്ള ആരൊക്കെയോ ചേർന്ന് നടത്തിയ പദ്ധതിയാണിത്, ഈശ്വർ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അത് ചുരുട്ടിക്കൂട്ടി. എടാ, നീ ഇത് എന്തൊക്കെയാ കാണിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഹരി അത് വേഗം കയ്യിൽ വാങ്ങി. അപ്പോഴാണ് അങ്ങോട്ട് സന്ദീപിന്റെ അമ്മ വന്നത്. എന്താ എന്താ പ്രശ്നം? അവർ ചോദിച്ചു. അമ്മേ, അവള് ആ ദേവിക വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. വക്കീൽ നോട്ടീസോ? അതെ, ഡിവോഴ്സ് നോട്ടീസാണ് അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ആ പേപ്പർ സച്ചിദേവ് കൊണ്ടുവന്ന് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. അവന്റെ അമ്മ അത് വായിച്ചു നോക്കിക്കൊണ്ട് പിന്നെ നോക്കിയത് ഈശ്വരനെ ആയിരുന്നു. ഇത് അയച്ചിരിക്കുന്നത് എറണാകുളത്ത് നിന്നാണ്. അവിടുത്തെ പ്രശസ്തയായ അഡ്വക്കേറ്റ് സുമിത്രിയാണ് ഇത് അയച്ചിരിക്കുന്നത്. പക്ഷെ ദേവിക അവിടെ വന്നിട്ടില്ല. അവർ ഒരു നിമിഷം നിശബ്ദമായി. പിന്നെ ഉറപ്പോടെ, അവൾ നിന്നെ കാണാതെ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അവൾ വളരെ മുമ്പേ ഈ ബന്ധം അവളുടെ മനസ്സിൽ നിന്നും അവസാനിപ്പിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് അവൾക്ക് ഇങ്ങനെ ഒരു ഡിവോഴ്സ് നോട്ടീസ് അയക്കാൻ സാധിച്ചത്. അതിനുവേണ്ടിയുള്ള പ്ലാനിങ്ങിലായിരുന്നിരിക്കാം ഇത്രയും നാള്. എന്തായാലും അവൾ ഒറ്റയ്ക്കല്ല, അവളുടെ കൂടെ ആരൊക്കെയോ ഉണ്ട്. അല്ലെങ്കിൽ ഈ അഡ്വക്കേറ്റിനെ കണ്ടുപിടിക്കാനും എറണാകുളത്ത് നിന്ന് ഈ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യാനും അവൾക്ക് ആരോ അവിടെയുണ്ട്, അതുറപ്പാണ്, സന്ദീപിന്റെ അമ്മ പറഞ്ഞു. അവൾക്കൊരിക്കലും ഞാൻ ഡിവോഴ്സ് അനുവദിച്ചു കൊടുക്കില്ല. എനിക്ക് അവളെ കണ്ടേ തീരൂ, ഈശ്വർ പറഞ്ഞു. പറ്റില്ല, അവളെ കാണാൻ നിനക്ക് പറ്റില്ല. എന്താ, എന്തുകൊണ്ട് പറ്റില്ല? അവൻ തിരിച്ചു ചോദിച്ചു. നോട്ടീസ് കിട്ടിയ നിമിഷം മുതൽ നീ അവളെ സമീപിച്ചാൽ അത് നിയമലംഘനമാണ്. അവൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഒരു നിമിഷം ഈശ്വർ ഒന്ന് നിശബ്ദമായി. അപ്പോൾ എനിക്കിനി അവളെ നേരിട്ട് കാണാൻ സാധിക്കില്ലേ? നേരിട്ട് കാണാതെ ഞാൻ എങ്ങനെയാണ് അവൾക്ക് ഡിവോഴ്സ് അനുവദിച്ചു കൊടുക്കുന്നത്? ഇത്രയും നാളും ഒന്നും മിണ്ടാതിരുന്നു. അവള് ശരിയാകും എന്ന് കരുതി അവൾക്ക് സമയം കൊടുത്തതാണ് ഞാൻ. അതാണ് ഞാൻ ചെയ്ത തെറ്റ്, ഈശ്വർ പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തു. അവൻ പുറത്തേക്ക് പോകാൻ പോയതും ഈശ്വർ, സാവിത്രി വിളിച്ചു. അവന്റെ മുന്നിലേക്ക് വന്നു നിന്നു. ആൻറ്റി, എന്നെ തടയണ്ട. ഞാൻ ഇപ്പോഴും അവളുടെ ഭർത്താവാണ്, അവൾ എൻ്റെ ഭാര്യയും. അതുകൊണ്ട് എനിക്ക് അവളെ കണ്ടേ പറ്റൂ. അല്ല ഈശ്വർ, ഇപ്പോൾ അവൾ നിന്റെ ഭാര്യയല്ല, നീ അവളുടെ ഭർത്താവുമല്ല. ഈശ്വർ ഒന്ന് ചിരിച്ചു, വിശ്വാസമില്ലാത്തൊരു ചിരി. ഒരു പേപ്പർ കൊണ്ട് എൻ്റെ അവകാശം ഇങ്ങനെ പോയോ? സാവിത്രി ആ നോട്ടീസ് എടുത്തു. ഈ പേപ്പറിന് ഇപ്പോൾ നിന്നേക്കാൾ ശക്തിയാണ്. അവൻ ഒന്നും പറയാതെ നിന്നു. ഈശ്വർ, നോട്ടീസ് ലഭിച്ച നിമിഷം മുതൽ നിനക്ക് 3 കാര്യങ്ങൾ കൃത്യമായിട്ട് വിലക്കിയിട്ടുണ്ട്. 1, നീ അവളെ തേടി പോകാൻ പാടില്ല, വീട്ടിലേക്കോ അവൾ താമസിക്കുന്ന സ്ഥലത്തേക്കോ. അതിന് അവൾ എവിടെയാണെന്ന് എനിക്കറിയില്ലല്ലോ, ഈശ്വർ പറഞ്ഞു. അതെ, അതാണ് കാര്യം. അറിയാൻ നീ ശ്രമിച്ചാൽ പോലും അത് ഹരാസ്മെന്റായി മാറും. 2ാമത്തെ കാര്യം, ഫോൺ വിളി, മെസ്സേജ്, 3ാമത്തെ ആളുകളെ വിട്ടുള്ള ബന്ധപ്പെടല് എല്ലാം നിയമലംഘനമാണ്. 3, നീ അവളുടെ മുന്നിൽ പെട്ടാൽ പോലും അവൾ പരാതി നൽകിയാൽ നിനക്ക് ജാമ്യമില്ലാത്ത കേസ് വരെ വരാം. ഈശ്വറിന്റെ മുഖം മാറി. ഇതിത്ര കടുപ്പമാണോ ആൻറ്റി? ഹരി അവളുടെ അടുത്ത് വന്ന് ചോദിച്ചു. അതെ, ഒരു സ്ത്രീ നിന്നെ കാണാതെ കേസ് തുടങ്ങുന്നിടത്ത് അവൾക്ക് സംരക്ഷണം നൽകിയിട്ടുണ്ടാകും. അപ്പോൾ എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല? അവൻ ചോദിച്ചു. ആദ്യമായിട്ട് അവന്റെ ശബ്ദം ഒന്ന് ഇടറി. സാവിത്രി ദീർഘനിശ്വാസം വിട്ടു. ചെയ്യാം, നിയമം വഴിയാണ് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ആദ്യം നല്ലൊരു അഡ്വക്കേറ്റിനെ കാണുക, കോടതിയിൽ മറുപടി നൽകുക. നീ പറയാനുള്ളത് കേസ് ഫയലിലേക്ക്, അവളുടെ ജീവിതത്തിലേക്കല്ല. ഒരു നിമിഷം അവിടെയുള്ളവരെല്ലാവരും നിശബ്ദമായി. എന്നാലും അവൾ എവിടെയായിരിക്കും? ഹരി ചോദിച്ചു. അറിയില്ല, പക്ഷെ ഒരു കാര്യം പറയാം, അവൾ ദൂരേക്ക് പോവാൻ സാധ്യതയില്ല. അവളെ നിയമം വഴി സഹായിക്കുന്ന ആരൊക്കെയോ അവൾക്ക് ചുറ്റുമുണ്ട്. എന്തായാലും
ഇത് നമുക്ക് കോടതി വഴി മാത്രമേ നേരിടാൻ സാധിക്കൂ, സാവിത്രി പറഞ്ഞുകൊണ്ട് സോഫയിലേക്ക് ഇരുന്നു. ഇതെല്ലാം കേട്ട് സന്ദീപും അവിടെ ഉണ്ടായിരുന്നു. അവൻ തിരിഞ്ഞ് സോഫയിലിരിക്കുന്ന മുത്തശ്ശിയെ നോക്കി. മുത്തശ്ശിയുടെ ചുണ്ടില് ഒരു ചെറിയ പുഞ്ചിരി അവൻ കണ്ടു. സന്ദീപ്, നീ പോകാൻ തന്നെ തീരുമാനിച്ചോ? അമ്മ ചോദിച്ചതും അതെ അമ്മ, എനിക്ക് സൂപ്പർ മാർക്കറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, എനിക്ക് പോയേ പറ്റൂ. എന്തായാലും ഞങ്ങൾ വരാൻ ഇനി കുറച്ച് ദിവസങ്ങളെടുക്കും, അതുകൊണ്ട് നീ അവിടെ ഒറ്റയ്ക്കായിരിക്കും. അത് കുഴപ്പമില്ല അമ്മ, ഞാൻ നോക്കിക്കോളാം, സന്ദീപ് പറഞ്ഞു. ഞാൻ ഇറങ്ങാണ്. ഞാൻ പോകാൻ റെഡിയായപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇനി എന്തായാലും ഈശ്വർ, നീ കോടതി വഴി തന്നെ പോകുക. തൽക്കാലത്തേക്ക് അമ്മ പറഞ്ഞതുപോലെ നിയമലംഘനങ്ങൾ ഒന്നും നടത്തണ്ട. അവളെ കാണാൻ ശ്രമിക്കുകയോ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയോ, ഇപ്പോൾ അവളുടെ ദേഹത്ത് ഒരു പോറൽ വീണാൽ പോലും അത് നിനക്കെതിരെയായിരിക്കും കേസ് വരുന്നത് എന്നാണ് അമ്മ പറഞ്ഞത് വെച്ച് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അരുതാത്ത കാര്യങ്ങളൊന്നും നീ ചെയ്യണ്ട. എന്തായാലും അമ്മ ഇവിടെയുണ്ടല്ലോ, അമ്മയോട് ചോദിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്താൽ മതി. എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തിട്ട് അത് വലിയൊരു പ്രശ്നത്തിലേക്ക് കലാശിക്കണ്ട, സന്ദീപ് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. അവിടെ നിന്നും ഇറങ്ങുന്ന സന്ദീപിന്റെ ചുണ്ടിലും മനസ്സിലും നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. അവൻ കാറിൽ കയറി വണ്ടി ഗേറ്റ് കടന്നു പോയതും അവൻ ഫോൺ എടുത്ത് അപ്പോൾ തന്നെ വിളിച്ച് മാധവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോ ആദ്യത്തെ ബോംബ് അവിടെ വീണു. വീണു. നല്ല ഉഗ്രം ബോംബായിരുന്നു. അവിടെ ഈശ്വർ തിളച്ചു മറിയുന്നുണ്ട്. ഒരു കണക്കിന് അമ്മ അവിടെയുള്ളത് നന്നായി. നിയമവശങ്ങളൊക്കെ അവന് പറഞ്ഞു കൊടുത്തു. അല്ലെങ്കിൽ അവൻ എടുത്തു ചാടി പുറപ്പെട്ടേനെ, ദേവുവിനെ അന്വേഷിച്ച്. നീ അവിടെ നിന്ന് ഇറങ്ങിയോ? മാധവ് ചോദിച്ചു. ആ, ഇറങ്ങി. ഞാനങ്ങോട്ട് വരികയാണ്. എനിക്കിവിടെ പറ്റില്ല. എല്ലാം ശോകമൂകമായിട്ട് ഓരോ മൂലയ്ക്ക് ഇരിക്കുന്നുണ്ട്. മരിച്ച വീട് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതിനിടയ്ക്ക് സിത്താരയും, അവളും ശോകമുഖമായിട്ടാണ് ഇരിക്കുന്നത്. അവളുടെ മനസ്സിലെന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എല്ലാവരും ദേവികയുടെ പുറകെ ആയതുകൊണ്ട് അവളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു ചെറിയ വിഷമം ആൾക്കുണ്ടെന്ന് തോന്നുന്നു. ഞാൻ രാവിലെ യാത്ര പറയാൻ വേണ്ടി ചെന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് കേട്ടു എന്നല്ലാതെ മറിച്ചൊന്നും പറഞ്ഞില്ല. വേറെ ഒന്നും പറയാതെ ഞാനും പോന്നു. എന്തായാലും ഈശ്വറിൻ്റെയും ഹരിയുടെയും എല്ലാം മനസ്സിൽ കിടന്നു പോകുകയാണ്. അവൾ എവിടെയാണ് എന്ന് അറിയാതെയുള്ള ഒരു വെപ്രാളം. അതുമാത്രമല്ല, ഇപ്പോൾ അന്വേഷിച്ച് ഇറങ്ങാനും പറ്റാത്തൊരവസ്ഥയിലാണല്ലോ. അമ്മയ്ക്ക് അറിയാമെന്ന് തോന്നുന്നു ഈ അഡ്വക്കേറ്റിനെ. കാരണം അത് പറഞ്ഞപ്പോൾ അമ്മയുടെ മുഖം ഞാൻ ശ്രദ്ധിച്ചു. അമ്മയുടെ വാക്കുകളിലും അതുണ്ടായിരുന്നു. നല്ല അഡ്വക്കേറ്റാണ് എന്നാണ് അമ്മ പറഞ്ഞത്. എന്തായാലും ശരത്ത് സൂപ്പറാണ് കേട്ടോ, സന്ദീപ് പറഞ്ഞു. പിന്നെ അവൻ സൂപ്പറാകാതെ ഇരിക്കോ? എത്രയും പെട്ടെന്ന് അവളെ ഈശ്വറിൻ്റെ അടുത്ത് നിന്ന് വേർപെടുത്താൻ നടക്കാണ്. ഈ നോട്ടീസ് ഇന്ന് അവിടെ ആ സമയത്ത് കിട്ടിയത് തന്നെ അവൻ്റെ ഒറ്റ കഴിവുകൊണ്ട് തന്നെയാണ്, മാധവ് പറഞ്ഞു. എന്തായാലും ഞാൻ അങ്ങോട്ട് വരാണ്. പിന്നെ വീട്ടിലാരുമില്ല, എനിക്കുള്ള ഭക്ഷണം കൂടി അവിടെ വേണോട്ടോ, സന്ദീപ് പറഞ്ഞു. അതിനെന്താ, നീ ഇങ്ങോട്ട് പോര്. അല്ല മാധവ്, നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ കാര്യം എന്തായി? ഇനിയിപ്പോൾ നമുക്കതുമായിട്ടൊന്ന് മൂവ് ചെയ്താലോ? ഇപ്പോഴാണെങ്കിൽ വീട്ടിലുള്ളവരുടെ എല്ലാവരുടെയും നോട്ടം ദേവികയിലാണ്. ഇക്കാര്യത്തിൽ വലിയ ശ്രദ്ധയുണ്ടാകില്ല. ഇതാണ് പറ്റിയ സമയം. എന്താണ് നിന്റെ അഭിപ്രായം? ശരിയാണ്. പക്ഷേ ശരത്ത് ഇപ്പോൾ ദേവികയുടെ ഈ കേസിന്റെ പുറകെയാണ്. നീ എന്തായാലും വാ, നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം, മാധവ് പറഞ്ഞു. ശരി, എന്നാ ഞാൻ വെക്കാണ് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തതും മാധവിന്റെ അടുത്തേക്ക് ശരത്ത് വന്നു. സന്ദീപ് വിളിച്ചോ നീനെ? ആ, സന്ദീപ വിളിച്ചത്. പിന്നീട് മാധവ് സന്ദീപ് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോ ആദ്യത്തെ പണി ഏറ്റിട്ടുണ്ട്. ഇനി എന്തായാലും അവളെ അന്വേഷിച്ച് അവൻ വരില്ല. അന്വേഷിച്ച് നടക്കുമായിരിക്കും. എന്തായാലും ദേവികയുടെ അടുത്തേക്ക് എത്തില്ല. ബാക്കി കാര്യങ്ങൾ ആന്റി അവിടെ നിന്ന് അറിയിക്കാന്നാ പറഞ്ഞത്. ഒരുപാട് വൈകിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അന്വേഷണം നടത്താതെ ഒന്നും ഇരിക്കില്ല. അവരെ ഇപ്പോഴും ദേവികയെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നുണ്ടാവും. നമ്മൾ അത് മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ അവിടെ സന്ദീപിന്റെ അമ്മ അഡ്വക്കേറ്റാണ്. അമ്മ മാത്രമല്ല, അച്ഛനും. അതുകൊണ്ട് അവരും നല്ലൊരു അഡ്വക്കേറ്റിനെ വെക്കാനാണ് സാധ്യത, മാധവ് പറഞ്ഞു. ആര് വേണമെങ്കിലും വെച്ചോട്ടെ, എനിക്ക് സുമിത്ര ആന്റിയിൽ നല്ല വിശ്വാസമുണ്ട്. ദേവികയ്ക്ക് ഡിവോഴ്സ് കിട്ടിയിരിക്കും, ശരത്ത് പറഞ്ഞു. എന്തായാലും നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം അത് തന്നെയാണല്ലോ. അത് തന്നെ നടക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ, പിന്നെ ആ ഷോപ്പിന്റെ കാര്യം എന്തായെന്ന് ചോദിച്ചു സന്ദീപ്. അത് നമുക്ക് വാങ്ങാം, എനിക്ക് ഓക്കെയാണ്. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പാർട്ട്ണർഷിപ്പിൽ അത് വാങ്ങിയാലോ? എന്താണ് നിന്റെ അഭിപ്രായം? ശരത്ത് ചോദിച്ചു.
എല്ലാവരും എന്ന് വെച്ചാ അന്ന് ഉദയൻ പറഞ്ഞല്ലോ അവന് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെന്ന്. എന്നാ ആ ഒരു എമൗണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യട്ടെ. നിനക്കും താല്പര്യമുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ ഞാനും സന്ദീപും എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണല്ലോ. ഇനിയിപ്പോൾ നിങ്ങളില്ലെങ്കിലും ഞങ്ങൾ രണ്ടുപേരും കൂടി വാങ്ങിക്കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു, ശരത്ത് പറഞ്ഞു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനും ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. എന്തായാലും സന്ദീപ് വരട്ടെ, അവൻ വൈകുന്നേരം വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് സംസാരിക്കാം. പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഗംഗയുടെയും സന്ദീപിൻ്റെയും വിവാഹം ഓൾറെഡി കഴിഞ്ഞതാണ്. ഇനി ഇത് ലീഗലി നമുക്കൊന്ന് നടത്തണ്ടേ? അവര് വിവാഹം കഴിഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്നവരാണ്. ഇനി ഇത് ഒരുപാട് നീട്ടിക്കൊണ്ടു പോകണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം, ശരത്ത് പറഞ്ഞു. അത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. എന്തായാലും ആൻറ്റിയും അങ്കിള് വരട്ടെ, അവരോട് സംസാരിക്കാം. പക്ഷേ ഈ സന്ദീപിന്റെ വീട്ടുകാരോട് എങ്ങനെ സംസാരിക്കുമെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു പിടിയുമില്ല കേട്ടോ, മാധവ് പറഞ്ഞു. അത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല, അതിന്റെ ആവശ്യക്കാരൻ അവനാണ്, അത് അവൻ്റെ ഇല്ലട്ടെ. ഇപ്പോ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ. ദേവികയെ ഈ പറയുന്ന സന്ദീപിന്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോ സന്ദീപും ഗംഗയുമായിട്ടുള്ള വിവാഹം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ബന്ധുക്കളായി. അപ്പോ നീയും ദേവികയും ഒരുമിച്ച് അവർ കാണും, പല സന്ദർഭങ്ങളുണ്ടാവും. നീ അവളെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മളാണ് ദേവുവിനെ അവിടെ നിന്നും കൊണ്ടുവന്നതെന്നും നമ്മുടെ സംരക്ഷണത്തിലായിരുന്നു എന്നറിഞ്ഞാൽ ഒരിക്കലും ഗംഗയുമായിട്ടുള്ള വിവാഹത്തിന് അവർ സമ്മതിച്ചെന്ന് വരില്ല. അതുകൊണ്ട് ദേവികയുടെ പ്രശ്നം തീരുന്നതിന് മുമ്പ് അവരുടെ വിവാഹം നടത്തുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു, മാധവ് പറഞ്ഞു. അതും ഞാൻ ആലോചിച്ചു. എന്തായാലും സന്ദീപ് വരട്ടെ, നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. വേണമെങ്കിൽ അവരുടെ വിവാഹം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നമുക്ക് നടത്താം. പിന്നെ അവർക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോഴാണെങ്കിൽ ദേവുവിൻ്റെ പ്രശ്നവുമായിട്ട് അവർ തിരക്കിലാണ്. അവർ പെട്ടെന്ന് അറിയുകയില്ല അവനിപ്പോൾ ഇങ്ങോട്ട് പോന്നിരിക്കുന്നു. അത് ഈ വിവാഹം നടത്താനാണെന്ന് അവർ കരുതിക്കൊള്ളും, ശരത്ത് പറഞ്ഞു. സത്യത്തിൽ നീ മൊത്തം ഉടായിപ്പാണല്ലോടാ, മാധവ് പറഞ്ഞതും. ജീവിക്കണ്ടേ മോനെ, ഒരു ഉടായിപ്പില്ലാതെ ജീവിച്ച ഞാനാണ്. പക്ഷേ സാഹചര്യങ്ങൾ എന്നെ ഇങ്ങനെ മാറ്റിയതാണ്. എന്തായാലും ഞാൻ നിന്നെ സമ്മതിച്ചു. എത്ര പെട്ടെന്നാണ് ദേവുവിൻ്റെ കാര്യത്തിൽ നീ തീരുമാനമെടുത്തതും അത് ഇവിടം വരെ എത്തിച്ചതും. ഞങ്ങളൊന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടായില്ല ഇങ്ങനൊരു കാര്യം. അതെ, ആവശ്യക്കാരന് ഔചിത്യമില്ലെന്നല്ലേ പറയുന്നത്. എൻ്റെ ആവശ്യമാണ്, അതുകൊണ്ടാണ്. നിന്റെ ആവശ്യം എന്തായിരുന്നു? ലക്ഷ്മി ആയിരുന്നില്ലേ? എത്ര പെട്ടെന്നാണ് നീ കാര്യം സാധിച്ചെടുത്തത്, അത്രയേ ഉള്ളൂ കേട്ടോ. അല്ല, നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു, പിന്നെ ദേവുവിനെ സ്കൂളിലൊന്ന് കാണണമെന്ന് പറഞ്ഞു. ആ, ഞാൻ റെഡിയാണ്, ദേവുവിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആള് റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. ആണോ? ഞാൻ അകത്തേക്ക് കയറിയില്ല. ഞാൻ വന്നപ്പോ നീ ഇവിടെ സംസാരിക്കുന്നത് കണ്ടിട്ട് നിന്റെ അടുത്തേക്ക് വന്നതാണ് ഞാൻ, ശരത്ത് പറഞ്ഞു. ആ, ദേ വരുന്നുണ്ടല്ലോ. തിരിഞ്ഞു നിന്ന മാധവ് അകത്തു നിന്ന് ഒരു സാരിയും എടുത്ത് ഒരുങ്ങി വരുന്ന ദേവുവിനെ കണ്ടു. മോള് റെഡിയായോ? എന്നാ പോയിട്ട് വാ. ശരത് ദേവുവിനെ തന്നെ നോക്കി നിൽക്കുന്ന ശരത്തിനെ കണ്ടതും മതിയടാ, പോയിട്ട് വാടാ, അടുത്തു നിന്ന് മാധവ് പറഞ്ഞു. ലക്ഷ്മി അവരൊക്കെ പോയി, ഞാൻ അവരെ സ്കൂളിലാക്കിയിട്ടാണ് വന്നത്, മാധവ് പറഞ്ഞു. മാധവ്, ഞാൻ മറ്റൊരു കാര്യം പറയാതിരിക്കുകയായിരുന്നു, മറന്നുപോയി ഞാൻ നിന്നോട്. എന്താടാ? എനിക്കൊരു കാറ് വാങ്ങണമായിരുന്നല്ലോ. ആ, അത് ശരിയാണല്ലോ. നീ എന്തായാലും ഇനി ഇവിടെ സെറ്റിലാവാൻ തന്നെ തീരുമാനിച്ചല്ലോ. ഒരു വണ്ടി നിനക്ക് അത്യാവശ്യമാണ്. എങ്ങനെയാണ്, പുതിയ വണ്ടി എടുക്കാനാണോ? ആ, പുതിയ വണ്ടി തന്നെ എടുക്കാം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, രണ്ടുപേരും കൂടി പോവല്ലേ, ഷോറൂമിൽ കയറി നോക്കിക്കോളൂ. രണ്ടുപേർക്കും ഇഷ്ടമുള്ളത് നോക്കി ഒരുമിച്ചെടുക്കാമല്ലോ, മാധവ് പറഞ്ഞതും. അത് ശരിയാണല്ലോ, എന്നാ പിന്നെ അങ്ങനെയാകാം അല്ലേ? പിന്നല്ലാതെ. ഇപ്പോഴാണെങ്കിൽ അവളുടെ ഇഷ്ടം കൂടി നീ നോക്കണമല്ലോ. അവളോട് ചോദിച്ചു നോക്ക് അവളുടെ ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന്. എന്നിട്ട് തീരുമാനിച്ചത് ബുക്ക് ചെയ്തിട്ട് വാ. എന്തായാലും ഇന്ന് തന്നെ കിട്ടില്ലല്ലോ, കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും. ശരി, എന്നാൽ ഞാൻ പോയിട്ട് വരാം. അല്ല, ഞങ്ങൾ പോയിട്ട് വരാം, ശരത്ത് പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് മാധവിൻ്റെ കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. ടീച്ചറമ്മയുടെയും മാഷച്ചൻ്റെയും കൂടെ ദേവു പുറത്തേക്ക് വന്നു. പോയിട്ട് വാ മോളെ എന്ന് പറഞ്ഞ് ടീച്ചറമ്മ തന്നെയാണ് അവളെ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറ്റി കൊടുത്തത്. ദേ, ടെൻഷനൊന്നും വേണ്ടാട്ടോ. എല്ലാ പേപ്പറുകളും എടുത്തില്ലേ? മാധവ് ചോദിച്ചു. എടുത്തിട്ടുണ്ട്. എന്നാ പോയിട്ട് വാ എന്ന് പറഞ്ഞതും ശരത്ത് കാറെടുത്തു. അവരുടെ കാറ് അകന്നു പോകുന്നത് നോക്കി മാധവും ടീച്ചറമ്മയും മാഷച്ചനും സീതാമ്മയും അവിടെ നിന്നു. കാറിലിരിക്കുമ്പോഴും ശരത്തും ദേവുവും പരസ്പരം സംസാരിച്ചില്ല. ഇടയ്ക്കിടയ്ക്ക് ശരത്ത് ദേവുവിനെ നോക്കുന്നുണ്ടെങ്കിലും ദേവ് പുറത്തെ കാഴ്ചകളിൽ തന്നെയായിരുന്നു.
അല്പസമയം കഴിഞ്ഞതും ഇനിയും സംസാരിക്കാതിരുന്ന ശരിയാവില്ല എന്ന് തോന്നി ശരത്ത് അവളെ വിളിച്ചു. ദേവു. അവന്റെ വിളി കേട്ടതും അവൾ മുഖം ചെരിച്ച് അവനെ നോക്കി. ഈശ്വറിന്റെ വീട്ടില് നമ്മൾ അയച്ച വക്കീൽ നോട്ടീസ് കിട്ടി. ശരത്ത് പറഞ്ഞതും അവൾ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി. അതെ, കിട്ടി. സന്ദീപ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അവൻ വിളിച്ച് മാധവിനോട് പറഞ്ഞു. അവൻ വൈകുന്നേരത്തോടു കൂടി ഇവിടെ എത്തും, ശരത്ത് പറഞ്ഞു. പിന്നീട് മാധവ് പറഞ്ഞറിഞ്ഞ കാര്യങ്ങളും അവൻ പറഞ്ഞു. അവൾ ഒന്ന് ദീർഘനിശ്വാസത്തോടെ പുറത്തേക്ക് നോക്കി. ടെൻഷനുണ്ടോ തനിക്ക്? ശരത്ത് ചോദിച്ചു. ഇല്ല, അവൾ പതിയെ പറഞ്ഞു. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ടെൻഷനില്ലാത്തത്? ശരത്ത് ഒരു കുസൃതി ചിരിയോടെ ചോദിച്ചു. നിങ്ങളൊക്കെയില്ലേ എൻ്റെ കൂടെ, എനിക്കതുകൊണ്ട് ടെൻഷനില്ല. എന്തു വന്നാലും ഞാൻ നേരിടാൻ തീരുമാനിച്ചു തന്നെയാണ് ഇന്ന് രാവിലെ ആ പേപ്പറിൽ സൈൻ ചെയ്തത്, ദേവു പറഞ്ഞു. അതെ, ഞങ്ങളൊക്കെയുണ്ട്, പ്രത്യേകിച്ച് ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ മടിയിലിരുന്ന കയ്യിൽ ശരത്ത് പിടിച്ചു. അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ രണ്ട് കണ്ണും ചിമ്മി കാണിച്ചു ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.